എൻ്റെ പേര് സുബിത മേരി. തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ വരുന്നത്. ആദ്യമായി കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് യൂട്യൂബിലൂടെയായിരുന്നു. ഫസ്റ്റ് 2022 അമ്മയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് അമ്മയോടൊപ്പം മാത്രമാണ് ഞാൻ വന്നത്. ഞാൻ അന്ന് ഉടമ്പടി എടുത്തിട്ടില്ല. അമ്മ അന്ന് 6 നിയോഗങ്ങൾ വെച്ചു. അതിലേറെക്കുറേയും ഈശോയും മാതാവും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2023 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തു. അതിലും ഞാൻ കുറേ പ്രാർത്ഥനകൾ വെച്ചു, ആവശ്യങ്ങൾ വെച്ചു. അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നു. 2024 ഫെബ്രുവരിയിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. തൊട്ടടുത്ത മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. എൻ്റെ 5-ാം മാസമായപ്പോൾ 5-ാമത്തെ സ്കാനിങ്ങിൽ കുഞ്ഞിന് വന്നിട്ട് ലിവറിലും ഹാർട്ടിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ലിവറിൽ വന്നിട്ട് ഒരു സ്പോട്ട് പോലെ കാണുന്നുണ്ട്. അത് മുഴയാണോ പാടയാണോ എന്താണെന്ന് അറിയത്തില്ല. അതുപോലെ ഹാർട്ടിലും ഹോളുണ്ട് എന്ന് പറഞ്ഞു. ചിലപ്പോൾ കുഞ്ഞിനെ അബോർഷൻ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ പ്രാവശ്യം ആശുപത്രിയിൽ പോകുമ്പോഴും അവരിത് തന്നെയാണ് പറയുന്നത്. ചിലപ്പോൾ മുഴയായിരിക്കാം, എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അബോർഷൻ ചെയ്യേണ്ടി വരും, ഒന്നും പ്രതീക്ഷ വെക്കേണ്ട എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, എനിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഓൾറെഡി ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അതുപോലെ ഗാൾ ബ്ലാഡറും റിമൂവ് ചെയ്തു. പിന്നെ ഫൈബ്രോയിഡ്സ് 3-4 ഫൈബ്രോയിഡ്സ് പ്രഗ്നൻസി ടൈമിൽ തന്നെ അതിനോടൊപ്പം വളർന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആദ്യമേ ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ തന്നെ അവർ പറഞ്ഞു, എന്തായാലും സിസേറിയനാണ്, വേറെ ഒന്നും നോക്കണ്ട, നോർമലാവാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു. അതിനോടൊപ്പം തന്നെയാണ് കുഞ്ഞിന് ഈ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ 6-ാം മാസം ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. കുഞ്ഞിനെ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തരുവാണെങ്കിൽ സാക്ഷ്യം പറയാമെന്ന് മാതാവിനോട് വാക്ക് കൊടുത്തിട്ട് പോയി. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് വന്ന എല്ലാ സ്കാനിങ്ങിലും മാറ്റമൊന്നും ഉണ്ടായില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നു. എങ്കിലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ മുന്നോട്ട് പോകാൻ പറഞ്ഞു. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 16-ാം തീയതി എൻ്റെ ആൺകുഞ്ഞിന് ഞാൻ ജന്മം നൽകി. അത് കഴിഞ്ഞ് കുഞ്ഞിനെ സ്കാനിങ് എടുത്തു. ജനിച്ച് ഒരാഴ്ച കഴിഞ്ഞ് കുഞ്ഞിന് 3 ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ സ്കാനിങ് എടുത്തപ്പോൾ ലിവറിന്, കഴുത്തിന് താഴോട്ട് കുഞ്ഞിന് യാതൊരു പ്രോബ്ലവും ഇല്ല. പക്ഷേ ബ്രെയിനിൽ വന്നിട്ട് കുഞ്ഞിന് ഞരമ്പുകൾക്ക് ചുരുക്കമുണ്ട്. അത് മാറും, പക്ഷേ ഇപ്പോൾ മാറുമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സന്തോഷം നമ്മൾ, അതിനോടൊപ്പം തന്നെ ഒരു സങ്കടവും മാതാവ് തന്നെങ്കിലും മാതാവിനോട് ഉള്ള മാധ്യസ്ഥം ഒട്ടും വിടാതെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കുടുംബവും അമ്മയും അച്ഛനും എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അത് അങ്ങനെ 45-ാമത്തെ ദിവസത്തിൽ കുഞ്ഞിന് 4-ാമത്തെ സ്കാനിങ്. ഇടയിൽ ഓരോ പ്രാവശ്യം സ്കാനിങ് എടുക്കും. ഓരോ പ്രാവശ്യം മുടിയെടുത്ത് സ്കാനിങ് എടുത്ത് ഓരോ ആഴ്ച വിട്ട് സ്കാനിങ് എടുക്കും. അപ്പോഴെല്ലാം പഴയതുപോലെയാണ്, മാറ്റമില്ല എന്ന് പറയും. അങ്ങനെ അവസാനം 45-ാമത്തെ ദിവസം കുഞ്ഞിന് സ്കാനിങ് എടുത്തു. പൂർണ്ണമായിട്ട് രോഗസൗഖ്യം കിട്ടി, ഒരു കുഴപ്പമില്ല, ഇപ്പോൾ നോർമലാണ്. അത് കഴിഞ്ഞ് 56-ാമത്തെ ദിവസം കുഞ്ഞിൻ്റെ ഹാർട്ടിന് സ്കാനിങ് എടുത്ത് ഉണ്ടായിരുന്ന ഹോള് കംപ്ലീറ്റായിട്ട് അടഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പവുമില്ലാതെ മാതാവും ഈശോയും ഞങ്ങൾ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ അനിയന് അയർലൻഡിലാണ് അവനിപ്പോൾ ജോലി ചെയ്യുന്നത്. അവനും മാതാവിൻ്റെ അനുഗ്രഹത്തോടെ അവിടെ നേഴ്സായിട്ട് തന്നെ ജോലി കിട്ടി. മാതാവിനും ഈശോയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അതോടൊപ്പം ഇവിടെ പത്രം വാങ്ങിച്ച് ക്രൈസ്തവരായവർക്കും അക്രൈസ്തവരായ എല്ലാവർക്കും ഞങ്ങൾക്ക് പത്രം വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫൈബ്രോയിഡ്സ് ആയിരുന്നു, സിസേറിയൻ ആയിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവസാന ഘട്ടം അത് നോർമൽ ഡെലിവറി ആയിട്ട് മാറി. യാതൊരു കുഴപ്പവും ഇല്ലാണ്ട് നോർമൽ ഡെലിവറി ആയിട്ട് മാതാവ്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് പറഞ്ഞെങ്കിലും യാതൊരു കുഴപ്പമില്ലാണ്ട് മാതാവ് എനിക്ക് തന്നു കുഞ്ഞിനെ. അതിന് മാതാവിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു.